പണ്ട് മുതൽ ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെ കാണുന്ന ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. തൃശ്ശൂരാണ് ജനിച്ചതെന്ന് പറഞ്ഞു. അതിനുശേഷമുള്ള നിങ്ങളുടെ ഫാമിലിയെ പറ്റിയും അതേപോലെ തന്നെ എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത്, ബാലഗോകുലം മുതലുണ്ടെന്ന് പറയുന്നു, അങ്ങനെയുള്ള കാര്യത്തെപ്പറ്റിയൊക്കെ ഒന്ന് പറയുമോ? എന്തുകൊണ്ട് വൈ ബി ജെ പി, എങ്ങനെയാണ് ബി ജെ പിയിലേക്ക് എത്തിപ്പെടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഒന്ന് പറയുമോ? അതായത് ഞാൻ ബാലഗോകുലത്തിൽ നമ്മുടെ വീടിൻ്റെ അടുത്ത പരിസരത്ത് തന്നെ ഒരു തൃശ്ശൂരിൽ വടക്കാഞ്ചേരി മച്ചാടായിരുന്നു എൻ്റെ സ്ഥലം. അപ്പോൾ അവിടെ തെക്കിങ്കര പഞ്ചായത്തിലാണ് നമ്മുടെ വീടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ബാലഗോകുലത്തിൻ്റെ ക്ലാസ്. അപ്പോൾ ആ ക്ലാസ്സിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഗോപാലകൃഷ്ണേട്ടൻ എന്ന് പറഞ്ഞിട്ട് RSSൻ്റെ വലിയൊരു നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹം വരുന്ന സമയത്ത് കുറേ കുട്ടികൾ അത് കാണാൻ വേണ്ടിയിട്ട് ആ ഫംഗ്ഷനിൽ അദ്ദേഹം കഥ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ പോയതാണ്. അപ്പോൾ അവിടെ ചെന്നു. അവിടെ ഒരു ചന്ദ്രേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ, അദ്ദേഹത്തിന് പപ്പടം ഉണ്ടാക്കലാണ് ജോലി. അപ്പോൾ അദ്ദേഹമാണ് നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഉള്ളത്. അപ്പോൾ അദ്ദേഹമാണ് അവിടുത്തെ ബാലഗോകുലത്തിൻ്റെ ബാലമിത്രം, അതായത് കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ആൾ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഒരു കഥ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ ആദ്യമായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ കഥ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു കഥ പറഞ്ഞു. പിന്നെ നമ്മൾ പഴഞ്ചൊല്ല് ചോദിച്ചു. അപ്പോൾ അത് കുറച്ച് പറഞ്ഞു. അപ്പോൾ എന്നെ അവിടെ ക്ലാസ്സിലിരിക്കാൻ പറഞ്ഞു. ഞാനിരുന്നു. പിന്നെ അവിടെ ഇരുന്ന് അങ്ങനെ ഈ കുട്ടികളുടെ ബാലഗോകുലം ക്ലാസ്സിൽ നമ്മൾ ചെന്ന് അത് കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തിനാ അതെന്ന് ഞാൻ ചോദിച്ചു. ഈ ബാലഗോകുലം എന്തിനാണ്, ഈ ക്ലാസ് എന്തിനാണെന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു, 2 നാവുരുളിൽ പറഞ്ഞു തന്നു. എന്നിട്ട് കിളിരൂരുരുളി വാലുരുളി, വാലുരുളിയിലൊരു ചോറുരുള, ഇങ്ങനെ പറഞ്ഞു, ചരലുരുളുമ്പോൾ ഉരുളുരുളില്ല, അത് പറയാൻ പറഞ്ഞു. പിന്നെ അലറലോടലറലാണ് ആലയിൽ കാലികൾ, ഇങ്ങനെ 3 നാവുരുളലുകൾ പറഞ്ഞിട്ട് നമ്മളോടത് ചൊല്ലാൻ പറയും. അപ്പോൾ അത് 3 തവണ 4 തവണ ചൊല്ലി കഴിഞ്ഞപ്പോൾ ഏറ്റവും ഫസ്റ്റ് ചൊല്ലിയ ആൾ ഞാനാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കണ്ടത്, എനിക്ക് സംസ്കൃതമൊന്നും അറിയില്ല, ഞാൻ സംസ്കൃതമൊന്നും പഠിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ചെറിയ കുട്ടിയാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് എന്നോട് പറഞ്ഞു, ഭഗവത്ഗീതയിലെ ആദ്യത്തെ ചാപ്റ്റർ ഇന്ന് പഠിപ്പിക്കും, അത് നാളെ ആകുമ്പോഴേക്കും നമ്മൾ എങ്ങനെയായാലും പഠിച്ചിട്ട് വരണം അടുത്ത ക്ലാസ് അടുത്ത ഞായറാഴ്ചയാണ്. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് അത് പഠിച്ചു ചെല്ലുമ്പോഴുള്ള ഒരു സന്തോഷം, പിന്നെ ഈശ്വരീയമായിട്ടുള്ളൊരു ഭക്തി നമ്മുടെ വീടിനകത്തുണ്ടായിരുന്നു. അതായത് മച്ചിൻ്റെ മോള് എന്ന് പറയും, ഒരു വീടിൻ്റെ ഒരു മേൽനില നമുക്കുണ്ട്. ഭക്ഷണം കഴിക്കാനൊക്കെ വളരെ ദാരിദ്ര്യമായിരുന്നെങ്കിലും വീട്ടിൽ ഈ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ വേണം എന്നുള്ളത് അച്ഛന് നിർബന്ധമായിരുന്നു. അപ്പോൾ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കണ വരെ അച്ഛനെ കണ്ടുള്ളൂ. അച്ഛൻ മരണപ്പെട്ടത് 8ാം ക്ലാസ്സിലാണ്. ഒരു 5ാം ക്ലാസ് ഒക്കെ ആയ സമയത്ത് ഈ വിളക്ക് കത്തിക്കാനും അതിനൊക്കെയുള്ള ഒരു അവകാശം എനിക്കാണ്. അപ്പോൾ ഞാനാണല്ലോ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടി. അപ്പോൾ അങ്ങനെ അത് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കും, ഇങ്ങനെ ഞങ്ങൾക്കൊക്കെ വിശക്കുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ പറയും, ഞങ്ങളൊക്കെ ഇങ്ങനെ വിശന്നിരിക്കുമ്പോൾ എന്തിനാ ഇപ്പോൾ ഈ എണ്ണയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാശ് കൊടുക്കേണ്ട ആവശ്യം എന്താണെന്ന് ഞാൻ ചോദിക്കും. അതിലും നല്ലതല്ലേ ഞങ്ങൾക്ക്, അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുക. ഇപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് വളരെ സങ്കടമാണ്. കാരണം അപ്പം അച്ഛൻ അന്ന് പറയും, അതായത് നമുക്കറിയാത്ത ഒരു വലിയൊരു ശക്തി, ആ ശക്തി ഇവിടെ ഉണ്ട്. അപ്പം അത് കാരണം അത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സഹായിക്കേണ്ട ആൾക്കാർ വരും. അതെന്തുകൊണ്ടാണ് പറയണത് വെച്ചാൽ, ഞാൻ എപ്പോഴും ചോദിക്കും, നമ്മുടെ വീട്ടിലില്ലല്ലോ, പിന്നെന്താ കുറച്ച് അടുത്ത വീട്ടിലേക്ക് കൊടുക്കുന്നത് എന്ന് അച്ഛനോട് ചോദിക്കും. കാരണം അച്ഛൻ കൂലിപ്പണിക്കാരനാണ്. ഇപ്പോൾ കൂലിപ്പണി കഴിഞ്ഞ് തിരിച്ചു വരുന്ന അച്ഛന് നമ്മളെ നോക്കുന്നതും തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയെ നോക്കുന്നതും ഒരുപോലെയാണെന്നുള്ളത് എനിക്ക് അച്ഛൻ പഠിപ്പിച്ചു തരാണ്. ഞങ്ങൾ തന്നെ 5 പെൺകുട്ടികളും ഒരാണുമാണ് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നത്. ഞാൻ ഏറ്റവും ചെറുതാണ്. 5 പെൺകുട്ടികളും 5 സ്ത്രീകളും ഒരാൺകുട്ടി, ഒരു ചേട്ടനും. അതിലേറ്റവും അവസാനത്തെ ആളായിരുന്നു ഞാൻ. അപ്പം എന്നോട് കുറച്ച് വാത്സല്യം അച്ഛന് കൂടുതലുണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ വളർന്നു. കൃഷി ഉണ്ടായിരുന്നു, ഒരു എന്താ പറയുക, പറമ്പുകളൊക്കെ പിന്നീട്, അതായത് ഞാൻ വളർന്ന ഒരു 18 വയസ്സൊക്കെ ആവുമ്പോഴേക്കും നമുക്ക് അച്ഛൻ കഷ്ടപ്പെട്ടു, 8ാം ക്ലാസ്സിൽ മരണപ്പെട്ടു. പക്ഷേ ആ സമയത്ത് തന്നെ ഈ ചെറിയ ചെറിയ സമ്പാദ്യങ്ങളുണ്ടല്ലോ, ഈ സമ്പാദ്യങ്ങളൊക്കെ അന്നൊക്കെ അമ്മ പറയും, ഒരു വീട്ടിൽ കിട്ടിയിട്ടുള്ള ഓട്ടുപാത്രങ്ങളും അതുപോലെ കാതിൽ കിടക്കുന്ന 2 കമ്മലും അതുപോലെ ഒരു 6 അവിടുത്തെ എന്താ പറയുക, നില ഒഴാനുള്ള നമ്മുടെ നല്ല പോത്തുകൾ, കാരണം അത് പാടത്ത് പണിയെടുക്കുന്നവരെയൊക്കെ വീട്ടിൽ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ പല പല സാധനങ്ങളും വേണ്ടാന്ന് വെച്ചിട്ടാണ് അന്നത്തെ കാലത്ത് 1 ഏക്കർ പറമ്പ് കിട്ടിയതെന്ന് പറയും. അപ്പോൾ അത്രയും എന്താ പറയുക, അന്നത്തെ സമയം അതായിരുന്നു. അപ്പോൾ ഒരുപാട് ദാരിദ്ര്യം കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായി. നമ്മൾ അതിലൂടെയൊക്കെ കടന്നു വന്നു. എൻ്റെ അമ്മ എൻ്റെ അച്ഛനേക്കാളും അധ്വാനശീലമായിട്ടുള്ള ഒരാളായിരുന്നു. അതായത് ഭയങ്കര ഒരു കരുത്താണ് അമ്മ എന്ന് പറയുന്നത്. അമ്മ എനിക്ക് മാത്രമല്ല, ആ നാട്ടിൽ മുഴുവൻ അമ്മയ്ക്ക്
ഒരു ഇരട്ടപ്പേര് വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ കരുത്ത് കണ്ടിട്ട്, ഈ തൻ്റെ ഇടം കണ്ടിട്ട്. 8-ൽ അച്ഛൻ മരിച്ചതിന് ശേഷവും അമ്മ 2 കൂലിപ്പണി, 2 ആണുങ്ങൾ എടുക്കുന്ന പണിയെടുക്കാൻ ശക്തിയുള്ള ആളാണ് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടിട്ടുണ്ട്. അപ്പം എന്നോടൊക്കെ പറയും പാടത്തൊക്കെ പണി നടക്കുമ്പോൾ ഇങ്ങനെ നില ഉഴുമല്ലോ, ഉഴുതു കഴിഞ്ഞാൽ അവിടെ നമ്മൾ തോല് കൊണ്ടുപോയി വെക്കും, എന്നിട്ട് വീണ്ടും അതിനെ ഉഴുതു മറക്കുക. അപ്പോൾ ഈ തോല് കൊണ്ടുപോയി തോല് എന്ന് പറഞ്ഞാൽ ഈ ശീമക്കൊന്ന എന്ന് പറയും, അതിൻ്റെ ഇലകൾ അതുപോലെ ചെടികളൊക്കെ വെട്ടിയിട്ട് നമുക്കൊരു കെട്ടാക്കിയിട്ട് അവിടെ അമ്മ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എത്ര ചെറിയ കുട്ടിയാണെങ്കിലും എൻ്റെ അമ്മയ്ക്ക് അറിയാം ഞാനത് ചെയ്തിരിക്കണം. അത് എനിക്കും വിട്ടുവീഴ്ചയില്ല. ഞാൻ ചെറിയ മോളല്ലേ വെച്ചിട്ട് എനിക്ക് വിട്ടുവീഴ്ച വന്നില്ല, അത് ചെയ്യണം. അമ്മ കൊയ്യാൻ പോകുമ്പോൾ അമ്മയുടെ കൂടെ പോകണം, ആ കറ്റ നമ്മൾ ചുമക്കണം. അത് ചെറിയ കുട്ടിയല്ല, അപ്പോൾ ചെറിയ കറ്റ തരും. അപ്പോൾ അതിന് ഞാൻ മനസ്സിലാക്കിയ ഒരു പാഠം എന്താ വെച്ചാൽ, എങ്ങനെയാണോ രക്ഷാകർത്താക്കൾ കഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ കുട്ടികളും പണിയെടുക്കണം എന്നുള്ളൊരു പാഠം എനിക്ക് എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടതിന് ശേഷം പഠിപ്പിക്കും. പിന്നെ അമ്മ അതൊരു 1000 തവണ പറയും. അതായത് എങ്ങനെയാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ജീവിതത്തിൽ ഈ സാഹചര്യങ്ങൾ ഉണ്ടായതെന്ന് എപ്പോഴും പറഞ്ഞു തരും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് ഞങ്ങൾ ഒരു ചേച്ചി കല്യാണം കഴിച്ച് പോവും, അടുത്ത ആളിനെ കല്യാണം കഴിപ്പിക്കാറാവും, പിന്നെ ആ ചേച്ചി പ്രസവിക്കാൻ വരും. അങ്ങനെ എപ്പോഴും വീട്ടിൽ പ്രാരാബ്ദങ്ങൾ, അതിൻ്റെ ഇടയിൽ ഒരമ്മ. അപ്പോൾ ആ അമ്മ അതിനെ അതിജീവിക്കുന്നത് കണ്ട് എനിക്ക് അതിൽ നിന്നൊരു വലിയൊരു ഊർജം കിട്ടി. ജീവിതത്തിലൊരു വലിയ പാഠം എനിക്കതിൽ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിലും ആ ദാരിദ്ര്യത്തിനിടയിലും എൻ്റെ അമ്മ ആളുകളെ സഹായിച്ചിരുന്നു, എൻ്റെ അച്ഛൻ ആളുകളെ സഹായിച്ചിരുന്നു. അതൊരു പക്ഷേ എനിക്ക് കിട്ടിയിട്ടാവാം എനിക്കിപ്പോൾ ഇത്രയും കുട്ടികൾ. ഞാനിപ്പോൾ വളരെ അഭിമാനത്തോടു കൂടി തന്നെ എൻ്റെ മക്കളോട് പറയും. കാരണം എൻ്റെ മൂത്ത മകൻ സയൻറ്റിസ്റ്റാണ്. അയാൾ ഡൽഹി IIT-യിലാണ് പഠിച്ചത്, 6ാം റാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അയാൾ അത് കഴിഞ്ഞ് ജർമ്മനിയിലൊരു യൂണിവേഴ്സിറ്റിയിൽ ലെക്ചറായിട്ട് ജോലിക്ക് പോകുമായിരുന്നു. പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ശശി തരൂരിന് ശേഷം പബ്ലിക് പോളിസിക്ക് സെലക്റ്റഡായ ഒരു 3 കുട്ടികളിൽ ഒരാളായി. ഇപ്പോൾ സൗത്തിൽ നിന്ന് എൻ്റെ മകൻ മൂത്താളാണ് അതിൽ ഉണ്ടായത്, ഹരിലാൽ കൃഷ്ണ. ബാക്കി 2 നോർത്ത് ഇന്ത്യൻ കുട്ടികളായിരുന്നു. അപ്പോൾ അവർ പല യൂണിവേഴ്സിറ്റികളിലും സെലക്ഷൻ കിട്ടി. പക്ഷേ ഏറ്റവും കൂടുതൽ നൊബേൽ ജേതാക്കളുള്ള കാലിഫോർണിയ ബർക്കലിയിലാണ് അയാൾ ജോയിൻ ചെയ്തത്. അവിടെ ജോയിൻ ചെയ്തു, പബ്ലിക് പോളിസി പൂർത്തിയാക്കി. പിന്നെ അവിടെ ഒരു സോളാർ കമ്പനിയുടെ തലപ്പത്ത് വലിയൊരു ഭാഗ്യവശാൽ വലിയൊരു ശമ്പളത്തിന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ആൾ എൻ്റെ മോൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മൂത്താൾ ഹരിലാൽ കൃഷ്ണയാണ് അവൻ്റെ പേര്. അവൻ്റെ സ്റ്റഡി, അവൻ്റെ കാര്യങ്ങൾ, അതിലൂടെ നമ്മളുടെ കാര്യങ്ങൾ ചെയ്തു തരുന്നു. ചെറിയ ആളെന്ന് പറയുന്നത് ചെറിയ ആൾക്ക് പ്രധാനം എന്ന് പറയുന്നത് ആളുകളുടെ കാര്യങ്ങളാണ്. അപ്പോൾ ചിലപ്പോൾ അപ്പോൾ ആളുകളുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊരു കാര്യവും ഏൽപ്പിച്ചാൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമോ എന്ന് പറഞ്ഞാൽ അത് അയാൾക്ക് പെർഫെക്ഷൻ കൂടുതൽ സ്വന്തം കാര്യത്തിനേക്കാൾ കൂടുതൽ ജനങ്ങളുടെ കാര്യത്തിലാണ്. അങ്ങനെ ഒരു തോന്നൽ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇയാൾ CBSEയിൽ ഫുട്ബോൾ അസലായി കളിക്കുമായിരുന്നു. അപ്പോൾ ഫുട്ബോൾ പ്ലെയറായിട്ട് നാഷണൽ കളിക്കാൻ പോയി. അപ്പോൾ നാഷണൽ കളിക്കാൻ പോകുന്ന സമയത്ത് എന്നോട് പറയും, അമ്മ 1 കൊല്ലം നേന്ത്രപ്പഴം കൊണ്ടുവരുമെന്ന് പറയും. അതായത് 1 കിലോ കൊണ്ടുവരുമെന്നല്ല പറയണത്. അപ്പോൾ ഞാൻ ചോദിക്കും 1 കൊല്ലം എന്തിനാ അമ്മ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചാൽ പറയും, അല്ല ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടി പോവുകയാണ് കളിക്കാനായിട്ട്, അപ്പം അമ്മയ്ക്ക് വേണമെങ്കിൽ ഹോസ്റ്റലിൽ കൊണ്ടുവന്നാൽ. അപ്പോൾ യദുലാൽ കൃഷ്ണ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും അവനെ കാണാൻ പോവുക കൈ നിറച്ച സാധനങ്ങളായിട്ടാണ്. അത് വണ്ടിയിൽ വെച്ച് കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ. പിന്നീട് അയാൾ BBA കഴിഞ്ഞു. അയാൾക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് ചെയ്യുക, ബിസിനസ് ചെയ്യുക. എന്നിട്ട് എത്ര പൈസ ഉണ്ടാക്കിയാലും ആ പൈസകളൊക്കെ അയാൾ ഇതുപോലെ പല സാധാരണ നല്ല ഒരു രണ്ട് തരത്തിലാണ്. ഒരാൾ ചിന്തിക്കുന്നത് വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള വഴികളിലൂടെയാണ്. പക്ഷേ അയാൾ കുടുംബസ്ഥനാണ്. എന്നോട് പറയും ചില സമയത്ത് രാഷ്ട്രീയ കാര്യങ്ങൾ മാത്രമല്ല മറ്റു കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ജനങ്ങളുമായിട്ട് സംവദിക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ഐഡിയാസ് ഒക്കെ രാഷ്ട്രീയത്തിലേക്ക് വരുമോ? അല്ല, അങ്ങനെ ഒരു താല്പര്യം അയാൾക്ക് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള കുട്ടികൾ കൂടി ഇപ്പോൾ പബ്ലിക് പോളിസി പഠിച്ചിട്ട് വേറൊരു രാജ്യത്ത് ജോലി ചെയ്യുക എന്നുള്ളതല്ല എൻ്റെ മനസ്സിലാഗ്രഹം എന്ന് പറയുന്നത്. എൻ്റെ മനസ്സിലാഗ്രഹം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കുട്ടികൾ, IIT കഴിഞ്ഞ കുട്ടികൾ, IIM കഴിഞ്ഞ കുട്ടികൾ, ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, ഇവരൊക്കെ ഇവരുടെ സ്വന്തം കാര്യം മാത്രം നോക്കി ഇരിക്കല്ലാതെ നമ്മുടെ നാട് പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് അവരുടെ കൂടി ഒരു സംഭാവന വേണ്ടേ? അപ്പം സ്വാഭാവികമായിട്ടും ഇത് കാണുന്നവർക്ക് ഒരു ചോദ്യം ഉണ്ടാവും, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകൻ IIT-യിൽ നിന്നും പഠിച്ച് അമേരിക്കയിൽ പോയി ജോലി ചെയ്യുന്ന എന്തിനാ? ആളുടെ
എക്സ്പെർട്ടൈസ് ഇവിടെ ഇന്ത്യയിൽ തന്നെ ഉപയോഗിച്ചൂടെ എന്ന് ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും കാണുന്നവരുടെ മനസ്സിൽ തോന്നില്ലേ? അതായത് അയാൾ പഠിച്ചിട്ടുള്ളത് റാങ്ക് പഠിച്ചൊരു കുട്ടിയാണ്. അപ്പം നേരത്തിന് ഞാൻ ഭക്ഷണം കൊടുത്തിട്ടോ മറ്റുള്ള അമ്മമാർ നോക്കുന്നത് പോലെ കുടുംബത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടോ അല്ലെങ്കിൽ കുട്ടികളെ വളരെയധികം കെയർ ചെയ്തിട്ടോ അല്ലല്ലോ അവർ ഈ റാങ്കൊന്നും മേടിച്ചത്. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് മാത്രമാണ് നമുക്ക് അവരെ വിടാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ് ഞാൻ BJPയുടെ ഈ ആക്റ്റീവ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ആ സമയത്ത് തമിഴ്നാട്ടിൽ നിന്ന് ജയലളിത മലപ്പുറം ആലത്തിയൂർ ഹനുമാൻ കോവിൽ സന്ദർശിക്കാൻ വരികയാണ്. അപ്പോൾ അവിടെ വന്ന സമയത്ത് തടയാൻ പോവുക ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരമ്മ. യഥാർത്ഥത്തിൽ ഒരമ്മ ചെയ്യേണ്ടത് എന്താണ്? സ്വന്തം വയറിൽ കിടക്കുന്ന ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത്. പക്ഷെ അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഈ വയറിൽ കുഞ്ഞ് കിടക്കുമ്പോൾ പോലും എൻ്റെ മനസ്സും എൻ്റെ ചിന്തയും എൻ്റെ പൊളിറ്റിക്സിനോടാണ് അല്ലെങ്കിൽ എൻ്റെ നാടിനോടാണ് എന്നുള്ള ആ ഒരു സബ്ജക്റ്റ് എനിക്ക് റിയലൈസ് ചെയ്തു. വർഷങ്ങൾ കഴിഞ്ഞ് ഞാനിപ്പോൾ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, അങ്ങനെ ആ ഗർഭാവസ്ഥയിൽ സമരം നടത്താൻ പോയി. പ്രസവിച്ച് കുട്ടിക്ക് 3 മാസം തികയുന്നതിന് മുമ്പ് എടപ്പാളിൽ തന്നെയുള്ള ഒരു പൊതുയോഗത്തിന് BJPയുടെ ഒരു ലീഡർ വരാൻ തീരുമാനിച്ചു. അദ്ദേഹം വരാൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിലെന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് വരാൻ പറ്റിയില്ല. അവിടുത്തെ പ്രവർത്തകരെല്ലാം കൂടി എൻ്റെ അടുത്ത് വന്ന് എന്നെ കൊണ്ടുപോവാണ്. ഞാൻ ഈ കുട്ടിയെ ഈ 3 മാസമുള്ള കുട്ടീനെ കയ്യിൽ പിടിച്ച് കൊണ്ടുപോയിട്ട് അവിടുത്തെ ഒരു സീനിയർ ഞങ്ങളുടെ ഒരു ലീഡറുണ്ട്, ബേബി എടുത്തി എന്ന് പറയും, അവരുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ പ്രസംഗിക്കുകയാണ്. പിന്നെ കുട്ടിയെ പാല് കുടിക്കേണ്ട വെപ്രാളത്തിൽ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പ്രസംഗം നിൽക്കുന്നില്ല. അതിനർത്ഥം ഞാൻ ഒരമ്മ എന്നുള്ള രീതിയിൽ മക്കളോട് 100% കമ്മിറ്റ്മെൻറ്റ് പുലർത്താൻ പറ്റാത്ത ഒരമ്മയാണ്. അപ്പോൾ അവരുടെ കഴിവ് കൊണ്ട് അവർ പഠിച്ചു. അവർ ഫുൾ പൈസയും ഇവിടെ പോയിട്ട് ഉപരിപഠനം നടത്താനുള്ള പൈസയും കിട്ടുന്നത് അവൻ്റെ കഴിവ് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ അവൻ പോയി അമേരിക്കയിൽ അവൻ ഇത്രയും വലിയൊരു കാര്യം ചെയ്തു എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ആളുകൾക്കും ഇങ്ങനൊരു കുട്ടി ഉണ്ടായല്ലോ എന്ന് അവൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും ഫ്രണ്ട്സ് സർക്കിളിലാണെങ്കിലും ഒക്കെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്, നേട്ടമാണ് അവൻ നേടിയെടുത്തത്. അതുകൊണ്ട് അവന് തീർച്ചയായിട്ടും അതിൽ അവകാശമുണ്ട്. അത് കഴിഞ്ഞ് അവൻ അവിടെ ജോലി ചെയ്തിട്ട് തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നത് അവൻ ഇന്ത്യയിൽ തന്നെ ഭാവിയിൽ പ്രവർത്തികൾ ചെയ്യുന്നതായിരിക്കും. കാരണം ഈ ഒരു അവാർഡ് ഇവന് റാങ്ക് കിട്ടിയപ്പോൾ 6ാം റാങ്ക് കിട്ടിയ സമയത്ത് PM അവനെ കാണാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി ഒരു അവസരം തന്നിരുന്നു. അപ്പം ഞാനും അവൻ്റെ അമ്മ എന്നുള്ള നിലയ്ക്കാണ് എനിക്ക് അവിടെ അന്ന് കാണാൻ പോയത്. ഒരു രാഷ്ട്രീയ എനിക്ക് നേരത്തെ മോദിജിയായിട്ട് വളരെ ആത്മബന്ധമുണ്ട്. പക്ഷേ ഹരിലാൽ കൃഷ്ണയുടെ അമ്മയായിട്ട് ഞാൻ പോയി. അവിടെ ചെന്ന സമയത്ത് അദ്ദേഹം ഹരിലാലിനോട് പറഞ്ഞു, അതായത് നല്ല അവസരങ്ങൾ, ഇത്രയും അവസരങ്ങൾ കിട്ടുന്നു, ആ അവസരത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കുക, എന്നിട്ട് നല്ല ഒരു പഠനവും നല്ലൊരു ജോലിക്കും ഒക്കെ ശേഷം ഇന്ത്യയിൽ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ പരിസ്ഥിതിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ജേർണൽസൊക്കെ തയ്യാറാക്കുന്ന ഒരാളാണ്. അപ്പോൾ അതെല്ലാം ചെയ്യാം എന്ന് പറഞ്ഞ സമയത്ത് അയാൾ ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഒരു 2-3 കൊല്ലം. ഇപ്പം ഞാനും സാധാരണ നല്ല വലിയൊരു ശമ്പളം ഉള്ളതുകൊണ്ട് ഞാനും എൻ്റെ ഈ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് അയാളുടെ മുന്നിൽ ഇടയ്ക്കിടയ്ക്ക് കൈ നീട്ടുന്നുണ്ട്. ശമ്പളം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അല്ല, അത് ഞാൻ ചോദിച്ചിട്ടില്ല ഇതുവരെ. പക്ഷെ എനിക്കറിയാം എന്തായാലും കോടികളാണുള്ളത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഞാനിങ്ങനെ ചോദിക്കും, ഊഹിച്ച് ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയും, അത്രയൊക്കെ ഉണ്ടാവും, അത്രയൊക്കെ ഉണ്ടാവും.